ഞങ്ങളെ ഭക്ഷണമൊക്കെ ഇഷ്ടമായില്ല എല്ലാവർക്കും? നല്ല ഭക്ഷണമായിരുന്നു. ആണല്ലേ? എന്ത് ഭക്ഷണോ ഒരു രസമില്ല. ഞാൻ പിന്നെ സദ്യ കഴിച്ചേ. ബിരിയാണി ഒരു ബസ്സിന് കൊണ്ടുപോയി. ഇതായിരുന്നു എൻ്റെ രജനി ചുരിദാർ വാങ്ങി. ഇത് കോഴിക്കോട് നിന്ന് നല്ലതാണോ? ആ നല്ല രസമുണ്ട്. ഓ നല്ല ഭംഗിയുണ്ട്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. പോട്ടെ. ഓ ആയിക്കോട്ടെ. അതുമല്ല ഇവിടെ നിന്നൊന്നും ഡ്രസ്സ് ബ്രാൻഡഡ് അല്ലേ, അത് തീരെ ചേരുന്നൊന്നുമില്ല. എന്തോ ഒരു പച്ചാണ് വെള്ളയല്ല മഞ്ച മാറുവോ വെള്ളയൊന്ന് പറഞ്ഞതാ. ഓ നല്ലൊരു ചുരിദാറല്ലേ, നല്ലൊരു ചേരുന്നുണ്ടല്ലേ ഇട്ടിട്ട്. ഇത് അത്രയൊന്നും പൈസ ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ മാള് ഓൾക്ക് അങ്ങനത്തെ ഫോമൊന്നും ഇല്ലാന്ന്. അല്ലേ ഓൾക്കല്ലേ എങ്ങനെ കളിക്ക. ഞാൻ പോട്ടെ. എന്നാല് ഞങ്ങക്ക് കുടുംബശ്രീ ഉണ്ട്. അത് നല്ല വില തന്നെയാ. അല്ല ചിലപ്പോ നമ്മളെ കണ്ട വായിക്കുന്ന മിണ്ടോ, ചിലപ്പോ മിണ്ടില്ല. ഒന്നും മിണ്ടാടൊക്കെയാ പോവുക. ഇടയ്ക്ക് മിനിയേന്ന് പറഞ്ഞു വരിക. ഞാൻ അതിൻ്റെ ഒന്നും കൊടുക്കല്ല. ആരെങ്കിലും അല്ല ശോഭച്ചോ അത്ര വയസ്സുണ്ട്. ഓള് കുപ്പി ഇട്ട് നടക്കണ പ്രായത് കുപ്പി വളയൊക്കെ ചെറിയ പിള്ളേരല്ലേ ഇത്. കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ എല്ലാം കിട്ടാൻ പണിയല്ലേ അല്ലേ? ഞാൻ പോട്ടെ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. കുട്ടികൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? രാവിലെ അങ്ങ് പോകും. ഒരു പണി എടുക്കാലോ അല്ലെ? അതിന്റെ അമ്മായി അവളായത് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയാം, അങ്ങനെ ഉണ്ട്. 350 റുപ്യ ഈറ്റാത്തി ഒന്ന് കഴിഞ്ഞ ആഴ്ച ശോഭച്ച തുണി വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഒന്നുമില്ല വിലക്കുണ്ട്. അല്ല ശോഭച്ച ഇതിപ്പോ ഫാഷൻ പോയതല്ലേ? ഇതേടെ ഫാഷൻ പോയത് ഇതോ? എല്ലാരും ഇത് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ എന്റെ സ്വഭാവം തന്നെയാ. എനിക്കറിയാം. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് പോയാൽ എല്ലാം കൊണ്ട് ഇനി കുറ്റാ പറഞ്ഞേ. ഞാനൊരാളെ കൊണ്ട് കുറ്റം പറഞ്ഞിരിക്കുന്നു. ശോഭേച്ചി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. നീ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടുന്ന്? പെണ്ണിനെ കൊണ്ട് പൊങ്ങച്ചാന്ന്. ഞാനൊരു പാവായതുകൊണ്ടല്ലേ ഇന്റെ തലയിൽ ഇങ്ങനെ കയറുന്നത്. കുടുംബശ്രീയിൽ വെച്ച് തന്നെ കാര്യം കുടുംബശ്രീ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ എന്റെ കാര്യം എനിക്കറിയാം. അല്ലേ എന്നെ കൊണ്ടല്ലേ നാട്ടിലുള്ളവർ മുഴുവനും പറയുന്നുണ്ട്. എന്നെ കൊണ്ട് മുഴുവനും ഇനി കൊണ്ട് സ്റ്റൈലാക്കി തീർക്കാൻ എല്ലാവരും പറയണം.